നൃത്തം ഒരു കല മാത്രമല്ല, അത് ശരീരത്തിന്റെ ചലനങ്ങളിലൂടെ വികാരങ്ങൾ പറയുന്ന ഒരു ഭാഷ കൂടിയാണ്. ഒരു തലമുറയിൽ നിന്നും മറ്റൊരു തലമുറയിലേക്ക് നൃത്തത്തിന്റെ സൗന്ദര്യവും പാരമ്പര്യവും പകർന്നു നൽകുന്ന ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. അത്തരത്തിൽ നൃത്തത്തെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റി നിരവധി ശിഷ്യർക്ക് വഴികാട്ടിയായ കൃഷ്ണവേണി ടീച്ചറാണ് ഇന്ന് നമ്മളുള്ളത്. കൃഷ്ണവേണി ടീച്ചർ എന്ന നർത്തകിയുടെ യാത്ര എവിടെ നിന്നാണ് തുടങ്ങിയത്? ആദ്യ പ്രണയം നൃത്തത്തോടെ എങ്ങനെയായിരുന്നു? നൃത്തത്തോട് എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോഴേ ഭയങ്കര പ്രണയം തന്നെയായിരുന്നു. സ്കൂളിൽ ഡാൻസ് മാഷ് വരുന്നത് നോക്കിയിട്ടാണ് ഞാൻ ഓരോ പീരീഡും തള്ളി നിൽക്കുക. കാരണം സ്വന്തമായി കൊറിയോഗ്രാഫി ചെയ്തിട്ടൊക്കെ ഞാൻ നൃത്തം ചെയ്യുമ്പോൾ അന്നേരമൊക്കെ. പിന്നെ സ്കൂളിൽ ഡാൻസ് മാഷ് വന്ന് പഠിപ്പിക്കുമ്പോൾ അങ്ങനെ പഠിച്ചു. ശിവപാലൻ മാഷായിരുന്നു എൻ്റെ ആദ്യ ഗുരു. ഒരു വ്യക്തിയുടെ സ്വപ്നത്തിൽ നിന്ന് ഒരു സ്ഥാപനമായി വളർന്നതാണ് മയൂര നൃത്തവേദി. ഈ പേര് എങ്ങനെയാണ് ഉത്ഭവിച്ചത്? മയൂര നൃത്തവേദി എന്ന പേര് ഡാൻസിന്റെ മുദ്രയുടെ ഒരു മയൂരം എന്ന് പറഞ്ഞൊരു മുദ്രയാണ്. ആ മയൂരം എന്നുള്ള മുദ്രയാണ് നമ്മൾ പേരിട്ടിരിക്കുന്നത്. പിന്നെ നൃത്തവേദി എന്നത് ഒരു സ്ഥാപനത്തിന്റെ പേരായി. നൃത്തം ശരീരത്തിന്റെ ചലനം മാത്രമല്ലല്ലോ, ഒരു കുട്ടിയുടെ വ്യക്തിത്വത്തെയും ആത്മവിശ്വാസത്തെയും എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? നൃത്തം ചെയ്യുന്ന കുട്ടികളെ നമുക്ക് ശാസ്ത്രീയ നൃത്തം പഠിക്കുന്ന കുട്ടികളെ നമുക്ക് പുറത്തുനിന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. അവർക്ക് ലൈഫിൽ എല്ലാറ്റിനും ഒരു ടൈമിങ്, താളബോധം, പിന്നെ ഒരു ചിട്ട വട്ടം, പിന്നെ അവർക്കൊരു സ്വയം കോൺഫിഡൻസ് വർദ്ധിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പക്വതയാർന്ന ഒരു കുട്ടിയായിരിക്കും നൃത്തം, സംഗീതം ഒക്കെ പഠിക്കുന്ന കുട്ടികളെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അവരുടെ ലൈഫിൽ എല്ലാം ഒരു അടുക്കും ചിട്ടയുണ്ട്. ഇന്ന് നിരവധി കുട്ടികളാണ് നൃത്തം പഠിക്കുന്നത്. ഒരു കുട്ടിയെ നൃത്തം പഠിപ്പിക്കുന്നതിലൂടെ ആദ്യം വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? നൃത്തം പഠിപ്പിക്കുമ്പോൾ ആദ്യം അവർക്ക് അതിൻ്റെതായ ബാലപാഠങ്ങളെ പഠിപ്പിക്കും. തട്ടടവ്, നാട്ടടവ്, ഭരതനാട്യത്തിൽ അങ്ങനെ കണ്ണിൻ്റെ ചലനങ്ങൾ, കൈയുടെ മുദ്രകൾ, അങ്ങനെ ഓരോന്ന് പഠിപ്പിച്ച് അവരുടെ കൈയും ശരീരവും കണ്ണുമെല്ലാം അവരോട് പ്രാപ്തമായി കാണുമ്പോൾ ആണ് ഐറ്റത്തിലേക്ക് കടക്കുന്നത്. ടീച്ചർ നൃത്തം പഠിച്ചതിന് ശേഷം അത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ എന്താണ് കാരണം? ഞാൻ നൃത്തം സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് പഠിച്ചെങ്കിലും 18 വയസ്സിൽ കല്യാണം കഴിഞ്ഞ് തൃശ്ശൂരിലേക്ക് പോയി. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഹസ്ബൻഡിന് കലയോട് ഒരു അഭിരുചിയുള്ള ആളാണ്. കഥകളിയൊക്കെ പഠിച്ചതാണ് ആൾ. ഗോദ്രേജ് ടെക്നീഷ്യൻ ആളാണ്. കലയായിട്ട് ബന്ധമൊന്നുമില്ല, കല ഇഷ്ടമാണ്. അപ്പം ഞാനിങ്ങനെ എൻ്റെ ആഗ്രഹം പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നൃത്തം പഠിക്കാൻ. ചെറിയ പ്രായത്തിൽ എനിക്കങ്ങനെ ക്ലാസിക്കലായിട്ട് കണ്ടിന്യൂ ചെയ്ത് പഠിക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് സ്കൂളിൽ മാഷ് വരുമ്പോൾ അങ്ങനെ പഠിപ്പിക്കുന്നതേ ഉള്ളൂ. ശിവപാലൻ മാഷ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ആദ്യ ഗുരു. പിന്നെ ഞാൻ വീണ്ടും പറഞ്ഞത് എൻ്റെ ആഗ്രഹം നടന്നോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ കല്യാണിക്കുട്ടി അമ്മയുടെ അടുത്ത് പോയി. മോഹിനിയാട്ടത്തിൻ്റെ ആസ്ഥാനമായ കല്യാണിക്കുട്ടി അമ്മയുടെ അടുത്ത് പോയി അവിടെ നിന്ന് പഠിച്ചു. പിന്നെ കുറേ മാഷന്മാർ, ലീലാമ്മ ടീച്ചർ, ഹൈമാവതി ടീച്ചർ, അങ്ങനെ കുറേ ഗുരുക്കന്മാരുടെ അടുത്തുനിന്ന് പുതിയ പുതിയ സംഭവങ്ങളൊക്കെ പഠിക്കാനായിട്ട് സാധിച്ചു. ടീച്ചറുടെ ആദ്യ ഗുരു ആരാണ്? ആദ്യ ഗുരു ശിവപാലൻ മാഷ്. ശിവപാലൻ മാഷ് അവർ പയ്യന്നൂരാണ്, ഇപ്പം മരിച്ചുപോയി. അവരുടെ മകൻ ഇപ്പോൾ ഉള്ളൊരു മൃദംഗിസ്റ്റാണ്. പിന്നെ ഒരു മകൻ സിനിമയിലുണ്ട്, ഉണ്ണി ശിവപാൽ. എല്ലാവരും ഞാൻ കാണലിൻ്റെ ഇടയ്ക്ക് അറിയാം. മാഷുടെ ഏറ്റവും അരുമ ശിഷ്യയാണ് ഞാൻ, അവർക്കൊക്കെ അറിയാം. പിന്നീട് ഞാൻ തൃശ്ശൂർ പോയതിന് ശേഷമാണ് ക്ലാസിക്കലായിട്ട് കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് പഠിച്ചത്. മുമ്പെന്ന് പറയുന്നത് നമ്മളിങ്ങനെ സ്കൂളിൽ പഠിക്കുമ്പോൾ പഠിച്ചു എന്നല്ലാതെ കുറച്ച് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ നമ്മളൊരു ഓർത്തഡോക്സ് ഫാമിലിയാണ്. അപ്പോൾ കൂടുതൽ രംഗത്തേക്കും സ്റ്റേജുകളിലേക്കും മേക്കപ്പെല്ലാം വേറെ ആണുങ്ങളെല്ലാം ചെയ്യുന്നത്, അതിനൊന്നും നമ്മളെ സമ്മതിക്കില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അതൊക്കെ. അങ്ങനെയാണ് തൃശ്ശൂർ പോയിട്ട് വീണ്ടും അവിടെ നൃത്തവിദ്യാലയം ഉണ്ടോ? അവിടെ നൃത്തവിദ്യാലയം പിന്നെ ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് അത് എൻ്റെ മകള് സ്കൂളിൽ കളിക്കുമായിരുന്നു നൃത്തം ചെറിയ പ്രായത്തിൽ. അപ്പോൾ പ്രഗത്ഭ അധ്യാപകരൊന്നും പഠിപ്പിച്ചത് ഫസ്റ്റ് ഒന്നും കിട്ടുന്നില്ല. എൻ്റെ മോൾക്ക് സ്ഥിരം അവിടെ ഫസ്റ്റ് കിട്ടുക, 1ാം സ്ഥാനം കിട്ടുക. അവിടെ ഗാന്ധിജി ബാലകല അക്കാദമി എന്ന് പറഞ്ഞാൽ അവിടെ കോമ്പറ്റീഷൻ ഉണ്ടാവും, സ്കൂൾ കോമ്പറ്റീഷൻ ഉണ്ടാവും. അപ്പോൾ സ്ഥിരമായി ബിന്ദിയാണ് എൻ്റെ മകളുടെ പേര്. അപ്പോൾ അവർക്ക് ഫസ്റ്റ് കിട്ടുമ്പോൾ ഇതാരെ പഠിപ്പിച്ച ആ ഗുരു ആരാന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ എന്നിലേക്ക് എത്തിയപ്പോൾ ആ സ്കൂളിൽ ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. എന്നെ വിളിച്ചു ഡാൻസ് ടീച്ചറായിട്ട്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്വം കൂടിയല്ലോ. അപ്പോൾ വീണ്ടും ഞാൻ കൂടുതൽ പഠിപ്പിക്കാനും അങ്ങനെ ഞാൻ തുടങ്ങിയത്.
അവിടെ ഞാൻ ഒരു 10 വർഷത്തോളം ഡാൻസ് ടീച്ചറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. തൃശ്ശൂർ ഹോളി ഫാമിലി കോൺവെന്റ് സ്കൂളിൽ. ആദ്യമായി സ്ഥാപനം തുടങ്ങിയ വർഷം എപ്പോഴാണ്? ഏകദേശം ഒരു 85-86 കാലഘട്ടത്തിലായിരുന്നു. ഇവിടെ തുടങ്ങിയതോ? ഇവിടെ ഞാൻ വന്നിട്ട് 10 വർഷമായിട്ടുള്ളൂ. ഞാൻ തൃശ്ശൂരിലായിരുന്നു 10-40 വർഷം. അപ്പോൾ ആ 40 വർഷത്തിനുള്ളിൽ അവിടെ ഒരു കുറേ സെലിബ്രിറ്റീസിനൊക്കെ പഠിപ്പിക്കാൻ എനിക്ക് സാധിച്ചു. സ്കൂളിൽ ജോലിയുള്ളത് കൊണ്ട് ഒരുപാട് ആൾക്കാർ കണക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ കുട്ടികൾ എൻ്റെ അടുത്ത് നൃത്തവിദ്യ എല്ലാം തുടങ്ങിക്കൂടെ ടീച്ചർക്ക് സ്വന്തമായിട്ട് ഞങ്ങൾക്കെല്ലാം പഠിക്കാൻ ക്ലാസിക്കൽ പഠിക്കാൻ താല്പര്യമുണ്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ മയൂര നൃത്തവേദി എന്ന സ്ഥാപനം തൃശ്ശൂരിൽ എൻ്റെ വീട്ടിൽ തന്നെ ഒരു ഡാൻസ് ക്ലാസ് ഇട്ടിട്ട് തുടങ്ങുന്നത്. ഇപ്പൊ ടീച്ചർ ഒരുപാട് സെലിബ്രിറ്റിയെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞു. ആരൊക്കെയാണ് അതൊക്കെ? അതില് ഭാവന, അവളുടെ പേര് ശരിക്കുള്ള പേര് കാർത്തിക എന്നാണ്. ഭാവന എൻ്റെ അരുമ ശിഷ്യയായിരുന്നു. പിന്നെ ഇവിടെ ഒരു ചെറുപുഴ അനു ജോസഫ് എന്ന് പറഞ്ഞ കുട്ടി, അവളെ എൻ്റെ അടുത്ത് തൃശ്ശൂർ വന്നിട്ട് അവളെ ഞാൻ ആദ്യം കണ്ണൂരിൽ വെച്ചിട്ട് പഠിപ്പിച്ച്, പിന്നെ തൃശ്ശൂരിൽ വെച്ചിട്ട് അവൾ ആദ്യം ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നത് ഞാൻ പഠിപ്പിച്ച് ഒരു കഥകളിയുടെ ഭാഗം ചെയ്തിട്ടാണ്. അനു ജോസഫ്, പിന്നെ രചന നാരായണൻകുട്ടി, പിന്നെ നയൻതാരയ്ക്ക് സിനിമയിൽ ഒരു ഡാൻസിൻ്റെ ഭാഗം പെട്ടെന്ന് ടൈമിങ് കിട്ടാഞ്ഞിട്ട് സത്യനന്ദിക്കാരൻ എന്ന് വിളിച്ച് പറഞ്ഞു ഒരു പെട്ടെന്നൊരു സിനിമാറ്റിക് ഡാൻസ് ഇവിടെ പഠിപ്പിച്ച് വിടണം. അങ്ങനെ ഒരു ടെമ്പററി ഡാൻസ് നയൻതാരനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ഈ നൃത്തത്തിന്റെ കൂടെ ടീച്ചർക്ക് മറക്കാനാവാത്ത അനുഭവം എന്താണ് ഉണ്ടായത്? എന്തെങ്കിലും നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ഇത്രയും ആളെ പഠിപ്പിച്ചു? ഒരുപാട് നല്ല അനുഭവം. കാരണം ഞാൻ ഡാൻസ് ടീച്ചർ ആയതുകൊണ്ട് ആണ്. പിന്നെ എനിക്ക് ഒരുപാട് വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ പി സുശീല അമ്മ, ചിത്രമ്മ, പിന്നെ മധു ബാലകൃഷ്ണൻ, അങ്ങനെ വലിയ വലിയ എത്രയോ കലാകാരന്മാരുടെ കൂടെ ഒരുപാട് ലോകം മുഴുവനും പോകാൻ സാധിച്ചു. അതിൽ നൃത്തത്തിന് കൊറിയോഗ്രാഫറായിട്ട് ഞാൻ പോകും. അവരൊക്കെ സംഗീതത്തിലാണ്. എങ്കിലും ഞാൻ ഈ ഓരോ പാട്ട് കഴിയുമ്പം ഓരോ ഡാൻസ്, അങ്ങനെയാണല്ലോ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ആ 3 മണിക്കൂർ ദൈർഘ്യമുള്ള പ്രോഗ്രാമിന് ഓരോ ഡാൻസ് ഇടയ്ക്കിടയ്ക്ക് വേഷം മാറണം. അന്നേരം ഇവിടെ ഇപ്പുറത്തുനിന്ന് സുശീലാമ്മയുടെ പാട്ട് കേട്ടുകൊണ്ടാണ് ഞാൻ ഇപ്പുറത്തുനിന്ന് കുട്ടികളെ ഒരുക്കുക. അപ്പം അത്രയും അവരുമെല്ലാമായിട്ട് എനിക്ക് നല്ല കമ്പനിയായിട്ട് സുശീലാമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്കൂളിലെല്ലാം പഠിക്കുമ്പോൾ അവരുടെ പാട്ട് കേട്ടിട്ട് ഇങ്ങനെ കാണാൻ പറ്റുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പം നേരെ എൻ്റെ അടുത്ത് ഫ്ലൈറ്റിൽ ഇരുന്നിട്ടാണ് നമ്മൾ അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് നല്ല നല്ല അനുഭവങ്ങളും ഓർമ്മകളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ടീച്ചറെ കൂടാതെ ഈ മേഖലയിൽ ആരൊക്കെ ഉള്ളത്? എൻ്റെ വീട്ടിലൊക്കെ, എൻ്റെ വീട്ടിൽ എൻ്റെ മകളും, എനിക്ക് 2 മക്കളാണ്. അതിൽ മകളും ഡാൻസറാണ്. മകനും ഡാൻസ് അറിയാം, IT ഫീൽഡിൽ ജോലി ചെയ്യുന്നു. മകളുടെ മകളും ഡാൻസറാണ്. ഞങ്ങൾ 3 ജനറേഷനായിട്ട് ഒരുപാട് സ്ഥലത്ത് പ്രോഗ്രാം ചെയ്തു. കണ്ണൂരിൽ തന്നെ മയൂരം 2020 പറഞ്ഞിട്ട് വലിയൊരു പ്രോഗ്രാം ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ പക്ഷെ എൻ്റെ നാട്ടിൽ എന്നെ അറിയുന്നതിനേക്കാളും എന്നെ കൂടുതൽ അറിയാം പുറത്താണ്. എവിടെ അറിയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഉടനെ ചുമയിലത്ത് പറഞ്ഞിട്ട് ഒരു ആൽബം ഉണ്ട്, ഈസ്റ്റ് വെസ്റ്റ് വിജയൻ്റെ. അത് കൊറിയോഗ്രാഫി ചെയ്തത് ഞാനാണ്. ഇവിടെ ഒന്നും ആർക്കും അത് അറിയില്ല. അത് 45 മിനിറ്റിലെ ഒരു സോങ് ആണ്. അത് കൊറിയോഗ്രാഫി ചെയ്തത് ഞാനാണ്. അപ്പം ഗൾഫിലൊക്കെ എൻ്റെ പേര് പറയുമ്പോൾ ഉടനെ ചുമയിലത്ത് ചെയ്ത കൃഷ്ണവേണി ടീച്ചറാണെന്ന് ചോദിക്കും. അപ്പം നമുക്ക് വലിയൊരു അഭിമാനം, മറക്കാനാവാത്ത സംഭവം. ടീച്ചറെ കുടുംബത്തെ പറ്റി ഒന്ന് പറ. എൻ്റെ ഹസ്ബൻഡ് ദാമോദരൻ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ IT ഇതിൽ ടെക്നിക്കൽ ജോലി ചെയ്തത് തൃശ്ശൂരിലായിരുന്നു, ഗോദറേജിൽ. മകള് ബിന്ദിയ, അവള് ഇവിടുന്ന് BCom ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം യൂണിവേഴ്സിറ്റി കലാതിലകായിരുന്നു. പിന്നെ ഭരതനാട്യം, മോഹിനിയാട്ടം, നാടോടി നൃത്തം 1ാം സ്ഥാനത്തായിരുന്നു. അങ്ങനെ അവളെ കലാതിലക, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കലാതിലക പട്ടം എൻ്റെ മോൾക്കും മോനും ഒരുമിച്ച് കിട്ടി. അപ്പോൾ അത് പത്രങ്ങളിലെല്ലാം ഒരു വാർത്ത തലക്കെട്ടായിട്ട് വന്നു, അനുജൻ സകലകലാവല്ലഭൻ, ചേച്ചി നൃത്ത പ്രതിഭ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ ബ്രോഷറൊക്കെ കുറേ കാലം ഇട്ടുണ്ടായിരുന്നു, കുറേ കാലം. അപ്പം അങ്ങനെ അവര് അമേരിക്കയിലേക്ക് പ്രപ്പോസൽ വന്നു കല്യാണത്തിന്. അന്നേരം കല്യാണം കഴിച്ചു. പിന്നെ അവിടെ ഡാൻസ് ക്ലാസ് തുടങ്ങി. ഞാൻ തന്നെ പോയിട്ട് ഫസ്റ്റ് ക്ലാസ്സിന് ഞാൻ തുടങ്ങി. ഇപ്പം അവള് ജോലി ചെയ്യുന്നുണ്ട്, കൂടാതെ ഡാൻസ് സ്കൂൾ നടത്തുന്നുണ്ട്. മയൂരാന്ന് തന്നെ ഡാൻസ് സ്കൂളിന്റെ പേര്. അവിടത്തെ പഠിക്കാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് കഴിയുമോ എന്ന് ചിന്തിക്കുന്നവരോട് ടീച്ചർക്ക് എന്താണ് പറയാനുള്ളത്? നമ്മുടെ മനസ്സിൽ വല്ലാതെ ആഗ്രഹിച്ച എല്ലാം നമുക്ക് നൽകും. അങ്ങനെ ഞാൻ പറയാം. ഇവിടെ ഇപ്പം 5 വയസ്സ് തൊട്ട് 70 വയസ്സുള്ള സ്ത്രീകൾ വരെ നൃത്തം പഠിക്കുന്നുണ്ട്. ആവാത്തതായി ഒന്നുമില്ല. നമ്മൾ മനസ്സിനെ നന്നായിട്ട് ആഗ്രഹിച്ചാൽ
നമ്മുടെ കയ്യിലും കാലിലും എല്ലാം അത് വഴങ്ങും. അങ്ങനെ ഞാൻ പറയാറ്. അങ്ങനെ പഠിച്ചിട്ട് കുറേ ബാച്ചിൻ്റെ അരങ്ങേറ്റം ഇപ്പം നടത്തിയിട്ടുണ്ട്. ഈ നൃത്ത വിദ്യാലയത്തിലാണ് ചെറിയ കുട്ടികൾ തൊട്ട് പ്രായമായവരും ഉണ്ട്, വേറെ എവിടെയും അങ്ങനെ ഇല്ല അല്ലേ? അങ്ങനെയില്ല. ഞാനാണ് ഇവിടെ ആദ്യമായിട്ട് പ്രായമായവർക്കും നൃത്തം വഴങ്ങും എന്ന് മനസ്സിലാക്കി കൊടുത്തത്. അതിനൊരു കാരണമുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇവിടെ നാട്ടിലേക്ക് ഇടയ്ക്ക് വരുമ്പം ഞാനൊരു ഡാൻസ് ടീച്ചർ, വണ്ടി കാർ ഓടിക്കുന്നു, പിന്നെ അതെല്ലാം കാണുമ്പോൾ എൻ്റെ കൂടെ പഠിച്ചവരെല്ലാം നിനക്കെല്ലാം നിനക്കെല്ലാം പറ്റുന്നുണ്ടല്ലോ, അങ്ങനെ എല്ലാം ഒരു ഭയങ്കര ഒരു നിരാശ മാതിരിയുടെ സംസാരം. അവരൊക്കെ ഇങ്ങനെ ഒന്നും നമുക്കെല്ലാം ഇനി ഒന്നിനെയും പറ്റൂല എന്നല്ല. ഞാൻ പറഞ്ഞു എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റും, ഞാൻ വരും, ഞാൻ എപ്പോഴെങ്കിലും എനിക്ക് നാട്ടിൽ ഞാൻ സെറ്റിൽ ചെയ്യും, അന്നേരം നിങ്ങൾക്കൊക്കെ പഠിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അന്നേരം അവരെല്ലാം അത് വെറുതെ ഒരു പാഴ്വാക്കായിട്ടാണ് വിചാരിച്ചത്. പക്ഷെ അതിപ്പോൾ ഞാൻ സാധിച്ചു. എൻ്റെ കൂടെ പഠിച്ചവരെയും അതിൻ്റെ താഴെ പഠിച്ചവരെയും കുറേ എല്ലാ പ്രായഭേദമന്യേ മാത്രമല്ല പല മേഖലകളിൽ ജോലി ചെയ്യുന്നവർ, മെൻ്റൽ സ്ട്രെസ്സ് എന്തെല്ലോ തരത്തിൽ മനസ്സിന് വിഷമമുള്ളവരൊക്കെ ഉണ്ട്. അവരൊക്കെ ഇവിടെ വരുമ്പം ആ ഒരു 1.5 മണിക്കൂർ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുട്ടികളെക്കാളും എന്നിലൂടെ ഇവരാണ് സന്തോഷിക്കുന്നത്. കുട്ടികൾ സന്തോഷിക്കുന്നില്ല എന്നല്ല പറഞ്ഞു. കൂടുതലും ഇവരുടെ അരങ്ങേറ്റെല്ലാം കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചെയ്ത് നിൽക്കുമ്പോൾ അവരെന്നെ പറയുന്നു ഞങ്ങൾക്ക് ഞാൻ പറ്റില്ല. ഒരു കുട്ടിപ്പം അരങ്ങേറ്റം കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് തന്നെ കെട്ടിപ്പിടിച്ചിട്ട് കുറേ നേരം ഇങ്ങനെ കരഞ്ഞ് സന്തോഷം വന്നു. അങ്ങനെ അവർക്ക് സാധിക്കാതെ നൃത്തമോഹം ഉള്ളിൽ ഒതുക്കിയിട്ട് അവർക്ക് സാധിക്കാതെ പോയത് എന്നിലൂടെ ഒരു നിമിത്തം പോലെ സാധിക്കുന്നുണ്ടല്ലോ. അതൊരു ഭയങ്കര സന്തോഷം, എനിക്ക് അവർക്കും സന്തോഷം. സോഷ്യൽ മീഡിയയിൽ റീൽസും നിറഞ്ഞ ഈ കാലത്ത് കുട്ടികൾക്ക് ട്രെൻഡായി മാറാതെ നൃത്തം ഒരു കലയായി മനസ്സിലാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നൃത്തം പഠിച്ച് അടിസ്ഥാനപരമായി പഠിച്ച് അതിൽ മുദ്രകൾ ഉപയോഗിച്ചിട്ടുള്ള സംഭവമാണല്ലോ നൃത്തം. എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു സെമി ക്ലാസിക്കൽ നൃത്തം ചെയ്തിട്ട് റീൽസ് എടുക്കുന്നതിനെ കൊണ്ട് വിരോധമൊന്നുമില്ല. അതിപ്പോൾ കുട്ടികൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ പഠിക്കുന്നവരോട് പറയും ആദ്യം തന്നെ പോയിട്ട് മുദ്രകളൊന്നും പഠിക്കാതെ ഈ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കുട്ടിയുടെ റീൽസ് ഒന്നും എടുത്തിട്ട് ഇടാൻ പാടില്ല. അത് നമ്മുടെ സ്ഥാപനത്തിന് തന്നെ മോശമാണ്. നന്നായി പഠിച്ച് അവർ ആഗ്രഹമുണ്ടെങ്കിൽ ചെയ്തോട്ടെ. പക്ഷെ ആ പഠനമാണ് മെയിൻ. അത് കഴിഞ്ഞിട്ടാണ് റീൽസിലേക്ക് ഞാൻ പറയാറ്. നൃത്തരംഗത്ത് ഇത്രയും വർഷത്തെ പരിചയമുള്ള ടീച്ചർക്ക് എന്തൊക്കെ അവാർഡുകൾ ലഭിച്ചു? അത് തൃശ്ശൂരിൽ വെച്ചിട്ട് ഫസ്റ്റിൽ എനിക്ക് ലഭിക്കുന്ന അവാർഡ് കലൈമാമണി അവാർഡുണ്ട്, അത് കിട്ടി. പിന്നെ നമ്മുടെ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ ആനിവേഴ്സറിക്കൊക്കെ നമ്മൾ ഓരോ നല്ല നല്ല പ്രോഗ്രാംസ് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് എനിക്ക് എല്ലാ വർഷവും അവാർഡും അംഗീകാരവും എല്ലാം അവിടുത്തെ സ്കൂളിൽ എനിക്ക് തരുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് നാട്ടിൽ കുറേ സിനിമാ താരങ്ങളുടെ വെച്ചിട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ലയൺസ് ക്ലബിൻ്റെ, നമ്മുടെ ഗാന്ധി മൈതാനിൽ വെച്ചിട്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് എനിക്ക് ലയൺസ് ക്ലബിൻ്റെ അവാർഡാണ് നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് കിട്ടുന്നത്. പിന്നെ നാട്യശ്രീ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് മലയാള ഭാഷാ പാഠശാലയുടെ ഭാസ്കരൻ മാഷ അവാർഡ്. അങ്ങനെ കുറേ അംഗീകാരങ്ങൾ, ഒരുപാട് പൊന്നാടകളും ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. പിന്നെ ഇവിടെ ഗോകുലം ഗോശാലയിലൊക്കെ പ്രോഗ്രാം എല്ലാ വർഷവും കിട്ടും. അവിടെയൊക്കെ ഗവൺമെൻറ് തലത്തിലുള്ള പ്രോഗ്രാമാണ്. അത് നമ്മളെ ഇപ്രാവശ്യം ഞങ്ങൾ വേണ്ട എന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇപ്രാവശ്യം അവർ ഇങ്ങോട്ട് വിളിച്ച് നമുക്ക് പ്രോഗ്രാം തന്ന് അവിടെ നിന്നൊക്കെ പൊന്നാടയൊക്കെ എണീച്ച് അതൊക്കെ ഒരു വലിയ ഒരു മറക്കാനാവാത്ത അനുഭവമായിരുന്നു. അനുഭവം തന്നെയായിരുന്നു. ഇപ്പം നൃത്തം എന്നത് വളരെ കോമ്പറ്റീഷനാണ്. അധിക സ്ഥലത്തും പിന്നെ സ്കൂൾ കലോത്സവത്തിലൊക്കെ തല്ലുംപിടിയൊക്കെ കാണാറുണ്ട്. അതിനെപ്പറ്റി ടീച്ചർക്ക് എന്താണ് പറയാനുള്ളത്? കോമ്പറ്റീഷൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഒരുപാട് പറയാനുണ്ടാവും. കാരണം കോമ്പറ്റീഷൻ രംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് എൻ്റെ മോളെ പഠിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആരോഗ്യപരമായ കോമ്പറ്റീഷൻ തന്നെയായിരുന്നു. അതെനിക്ക് ഉറപ്പിച്ച് പറയാം. കാരണം എന്താ വെച്ചാൽ ലൈവ് ഓർക്കസ്ട്ര, നല്ല പക്ക ഒരു മുടിക്കെട്ടിൻ്റെ നമ്മൾ ഇടുന്ന റിങ്ങിൻ്റെ ചെരിവ് വരെ അവർ ഓരോ കോളത്തിൽ എഴുതി വെച്ചിട്ടാണ് മാർക്ക് കൂട്ടുകയും കണിക്കുകയും ചെയ്യുക. അപ്പോൾ അത്രയും 4-5 ജഡ്ജസ് ഇരുന്നിട്ട് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുക അന്ന് കാലത്ത്. അത് കുറേ പിന്നെ ഞാൻ കുറച്ച് കാലം ഇവിടെ ഉണ്ടായിരുന്നില്ല, USA മോളുടെ അടുത്തൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് എന്നെ ഒരു ജഡ്ജ്മെൻറ്റിന് വിളിച്ചിട്ട് ഞാൻ ജഡ്ജ്മെൻറ്റിന് പോകുമ്പോൾ വഴിയിൽ നിന്ന് പറയുകയാണ്, അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. വഴിയിൽ നിന്ന് 3-4 ടീച്ചേഴ്സ് ഉണ്ട്, മുന്നിലിരുന്ന് കാറിൽ മുന്നിലിരുന്ന് ഞാൻ പറയാണ്, ടീച്ചറെ പിന്നെ കാര്യങ്ങളൊക്കെ അറിയില്ല ഇവിടുത്തെ. ഞാൻ പറഞ്ഞു ഇന്ന കാര്യം കോഴിക്കോട് ജില്ല നടക്കുന്നു. അന്നേരം എന്താ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു, അതായത് നമ്മൾ ഒരു കുട്ടിക്ക് ഹോൾഡ് ചെയ്ത് വെക്കും, എന്നിട്ട് ആ കുട്ടിക്ക് കൊടുക്കണം.
പ്രൈസ്. സത്യസന്ധമായി ഞാൻ പറയാണ്. അപ്പോൾ ആ കുട്ടിക്ക് പ്രൈസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ ജഡ്ജ്മെൻറ്റിന് അവരൊരു തുക തരും, അതിൻ്റെ കൂടെ കുറച്ച് പൈസയും കൂടി കൂട്ടത്തിൽ തരും എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു ആ കുട്ടീനെക്കാളും നന്നായി മറ്റേ കുട്ടി കളിച്ചാൽ അത് തെറ്റല്ലേ? നിങ്ങൾ അതൊന്നും നോക്കണ്ട, ആ കുട്ടി ഇന്ന കുട്ടിയാണെന്ന് അറിയാൻ ഞാൻ സൈഡിൽ നിന്ന് എന്തെങ്കിലും ആക്ഷൻ കാണിക്കും, അത് അതിനനുസരിച്ച് മാർക്കിടണം. ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും എന്നെ ഇതിന് കിട്ടില്ല, എന്നെ ഇപ്പോൾ ഇവിടെ ഇറക്കി വിട്ടോ, ഞാൻ ബസ്സിൽ പോയിക്കോളാം. അന്നേരം ഒരു മറ്റേ ടീച്ചേഴ്സിനോടൊക്കെ ഇപ്പം പറഞ്ഞു. അപ്പോൾ എന്താ ടീച്ചറോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തില്ല, ഇതെന്താ നിങ്ങളിങ്ങനെ അങ്ങനെ എങ്ങനെയാണെന്ന് ചോദിച്ച് കോഴിക്കോട് എത്തിയിട്ട് ജഡ്ജ്മെൻറ്റിന് ഇരിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും പോയതല്ലേ, ഇരിക്കണം നിർബന്ധമാണ്. ഞാൻ ഇവരോട് ടീച്ചേഴ്സിനോട് പറഞ്ഞു അങ്ങനെ ഇല്ലാത്ത സ്ഥലത്ത് തന്നെ ഇരുത്തിയാൽ മതി, ഹോൾഡ് ചെയ്ത സ്ഥലത്ത് കുറേ ഐറ്റംസ് ഓരോ സ്റ്റേജിൽ നടക്കുന്നുണ്ടല്ലോ, മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടി എല്ലാം, അങ്ങനെ ഏതെങ്കിലും ഇതിലേക്ക് തന്നെ ഇരുത്തിയാൽ മതി, ഇതിലേക്ക് തന്നെ ഇരുത്തണ്ട. അന്നേരം അവർ പറഞ്ഞാൽ ടീച്ചർ ഇരുന്നു, ടീച്ചറുടേതായ പോലെ മാർക്ക് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അവരെന്തിന് ഒത്തു, മറ്റേ ജഡ്ജസ് ഞാൻ ഇടൂല, ഞാൻ ഫസ്റ്റ് ഇടുന്ന കുട്ടിക്ക് ഇടാൻ നന്നായി കളിക്കുന്ന അർഹതയുള്ള കുട്ടിക്ക് അവർ കുറച്ചിട്ട് ഈ കിട്ടേണ്ട കുട്ടിക്ക് കൂട്ടി. അതെനിക്ക് മനസ്സിലായി. ജനങ്ങൾ പറഞ്ഞാൽ ഭയങ്കര ജനങ്ങളുണ്ടാവും. ഞാനത് അറിഞ്ഞിട്ട് തന്നെ ഇവരെക്കാളും കൂടുതൽ മാർക്ക് തന്നെ ആ കുട്ടിക്ക് കൂടുതൽ ഇട്ടു. ആ കുട്ടിക്ക് കിട്ടേണ്ട കുട്ടിക്ക് തന്നെ ഫസ്റ്റ് കിട്ടി. പക്ഷെ അല്ലെങ്കിൽ അവിടെ ഇവരെ അടിച്ച് ഇതാക്കും. പിന്നത്തെ പ്രോഗ്രാമിന് എന്നെ അവർ ഇരുത്തിയില്ല, കാരണം ഞാനിത് ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് അവർ മോഹിനിയാട്ടം ആകുമ്പോഴത്തേക്കും എന്നെ മാറ്റി വേറെ ജഡ്ജസിനെ കൊണ്ടുവന്നു. ഞാൻ റൂമിലിരുന്ന് രാത്രി ഒരു 12 മണിക്കുണ്ട് വാതിലിന് തട്ടുന്നു. എന്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു എല്ലാവരും കൂടി ഇവരെ വളഞ്ഞ് സാജിയൊക്കെ പിടിച്ച്. അല്ല അതെന്ന് വെച്ചാൽ അത്രയും ബഹളം ഉണ്ടായി അവിടെ. അത് അനുഭവിക്കേണ്ടി വന്നേനെ ഞാൻ അന്ന് ആദ്യം പറഞ്ഞത്. അങ്ങനെ അത് എന്നോട് പലരും ചോദിക്കും, ടീച്ചർ എന്താ ഇങ്ങനെ ശക്തമായി എതിർക്കുന്നത്? അത് കാരണം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ മോളൊക്കെ ഈ രംഗത്ത് പഠിക്കുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടിയിട്ട്, കാരണം ഓരോ ഓർക്കസ്ട്രക്ക് വലിയ പൈസ കൊടുക്കേണ്ടത്, മൃദംഗത്തിന് പാടുന്നവർക്ക്. അന്നേരം നമുക്ക് കുറച്ചായി വരുന്നേ ഉള്ളൂ നമ്മുടെ വീടും കാര്യങ്ങളും. എന്നാലും ഈ കലാപരമായിട്ട് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പം സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും എന്തായാലും നന്നായി കളിക്കുന്ന കുട്ടികളുടെ പേര് അവരെഴുതി എന്തായാലും നിങ്ങൾ പങ്കെടുക്കുക പറയും. അങ്ങനെയാണ് മഞ്ജു വാര്യരൊക്കെ പങ്കെടുത്ത കാലഘട്ടത്തിലാണ് എൻ്റെ മോളും അവിടെ പങ്കെടുത്തത്. അപ്പോൾ അവളെക്കാളും മഞ്ജു വാര്യരിലും കാരണം 2 വയസ്സ് താഴെയില്ല. അപ്പോൾ അന്നേരം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത്ര കഷ്ടപ്പാടാണ്, ഇത്ര ബുദ്ധിമുട്ടാണെങ്കിലും ആ സമയമാകുമ്പോൾ അതിലേക്ക് പെട്ടുപോകും കോമ്പറ്റീഷൻ. അങ്ങനെ ഫസ്റ്റ് വന്നില്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടിരുന്ന നമ്മുടെ കുട്ടികൾക്ക് അർഹതപ്പെട്ടിട്ട് ഫസ്റ്റ് വരാതെ അർഹതയില്ലാത്തൊരു കുട്ടിക്ക് വന്നാൽ നമ്മളിത്ര വേദനിക്കും. അത് ഞാൻ ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യൂല, അങ്ങനെ നിങ്ങളെ ഇനി ഞാൻ നിൽക്കൂല. ഞാൻ അതിൽ 1-2 ടീച്ചേഴ്സിനോട് നല്ല പോലെ കയർത്ത് സംസാരിച്ചിട്ട് പോയിട്ടുണ്ട്. പക്ഷെ അവരിപ്പോൾ ആ ജഡ്ജ്മെൻ്റെല്ലാം സ്റ്റോപ്പ് ചെയ്ത് ഞാൻ പറഞ്ഞ ഇതിലേക്ക് കൂടെ എന്നെ വന്നു. ഇപ്പം എന്നെ വിളിക്കും, ടീച്ചർ അന്ന് പറഞ്ഞ ആ ഒരു കാര്യത്തിലേക്ക് തന്നെ നമ്മൾ വന്നു. ശരിയാണ്, കുറേ പേരുടെ കുട്ടികളുടെ ശാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ വലുതില്ല. ഇപ്പം അങ്ങനെയാണ് പൊതുവേ നടക്കുന്നത്, എല്ലാം ഹോൾഡാണ്. അപ്പോൾ ഇവിടെ എന്നോട് കുട്ടികൾ എനിക്ക് കോമ്പറ്റീഷനിൽ പങ്കെടുത്തേ മതിയാവുള്ളൂ, ഞാൻ പഠിക്കുന്നു പറയുമ്പോൾ ഞാൻ പറഞ്ഞു പ്രൈസിന് വേണ്ടി പങ്കെടുക്കണ്ട, നിങ്ങൾക്കൊരു A ഗ്രേഡ് കിട്ടുമായിരിക്കും. പ്രൈസ് ആദ്യം ഫസ്റ്റും സെക്കൻഡെല്ലാം നിർണ്ണയിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അല്ല അത് കുട്ടികളെ ബോധ്യപ്പെടുത്തിയിട്ടില്ലെങ്കിൽ കുട്ടികളെ മാനസികമായി വേദനിക്കും. ഏറ്റവും നന്നായി ഭരതനാട്യം കളിക്കുന്ന മോഹിനിയാട്ടം കളിക്കുന്ന കുട്ടികൾ നമ്മുടെ അടുത്തുണ്ട്. പക്ഷെ ചില കുട്ടികൾ പോകുന്നുണ്ട്, A ഗ്രേഡൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ ഫസ്റ്റ് കിട്ടില്ല. എനിക്കറിയാം അത് പണച്ചാക്ക്, ഹോൾഡ് അങ്ങനെയൊക്കെ ഇല്ല സംഭവം. എല്ലായിടത്തും ഞാൻ പറയുന്നില്ല, ഒരുവിധം എല്ലായിടത്തും ഉണ്ട്. ടീച്ചർ നേരത്തെ പറഞ്ഞല്ലോ ഫാമിലി കുറച്ച് സ്ട്രിക്റ്റ് ആണ്, ഇങ്ങനെ നമ്മളെവിടെയും വിടൂലാണ്. പിന്നെ എപ്പോഴാണ് ഇതിലേക്ക് ഇങ്ങനെ പൂർണ്ണമായി വന്നത് നൃത്തത്തിലേക്ക്? അത് ഫാമിലി നമ്മൾ കല്യാണം കഴിച്ചു ഒരു നൃത്ത അധ്യാപിക ആവണം എന്നൊന്നും വിചാരിച്ചിട്ടല്ല ഞാൻ പോയിട്ടും ഡാൻസ് പഠിച്ചതൊന്നും. പക്ഷെ ഒരു നിയോഗം പോലെ ഇതിലേക്ക് വന്നതാണ്. അത് എന്താ വെച്ചാൽ പിന്നെ ഹസ്ബൻഡ് പെട്ടെന്ന് ഞാൻ മോനെ പ്രസവിച്ച സമയത്ത് ഒരു 1 അറ്റാക്ക് വന്നു. അത് 99% ബ്ലോക്ക് വന്നിട്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പിന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. അന്നേരം ഞാൻ പഠിച്ച തൊഴിൽ ചെയ്തേ മതിയാവും എന്ന് കണ്ടിട്ടാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. പക്ഷേ അത് എൻ്റെ ഒരു ടേണിങ് പോയിന്റ് ആയിരുന്നു. കാരണം ഒരു നിയോഗം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. ഇല്ലെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ ഒരാളുടെ ഭാര്യയായിട്ട് ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തോട് ഡാൻസിൽ എവിടെയെങ്കിലും പോയി
പഠിച്ചു കളിക്കുന്നല്ലാതെ ഒരു നൃത്ത അധ്യാപികയായിട്ട് ഇങ്ങനെ തുടരില്ലായിരുന്നു. മാറട്ടായിരുന്നില്ല അല്ലേ? അത് കൊണ്ട് ആണ് ഇങ്ങനെ വന്നത്. പക്ഷെ അത് പിന്നെ ഓപ്പറേഷനൊക്കെ ചെയ്ത് ശരിയായി. എങ്കിലും നമുക്ക് ഒന്നിനും പോകാൻ പറ്റാത്തൊരവസ്ഥയിലുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ടീച്ചറുടെ ഇത്രയും വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി പങ്കുവച്ചതിൽ ഒരുപാട് നന്ദി. നമസ്കാരം. ഞാനും നന്ദി പറയുന്നു അങ്ങോട്ട്. കാരണം MKC മീഡിയയുടെ കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ സുജ ഡോക്ടർ ചെയ്തിട്ടുണ്ട് അല്ലേ, അതേപോലെ കൃഷ്ണമാഷ്, അവരുടെയൊക്കെ പിന്നെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അന്നേരം ഞാനും വിചാരിച്ചിരുന്നു അറിയാതിടങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു പരിപാടിയിൽ നല്ലതായിരുന്നു, എന്നെയും എന്നെങ്കിലും നിങ്ങൾ കാണുന്നു. അപ്പോൾ ഏതായാലും എന്നെ തേടി വന്ന് ഇത്രയും സമയം എനിക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ച് നിങ്ങൾ MKCയോട് ഞാൻ നന്ദി. പി നാരായണി അമ്മയുടെയും KU കമ്മാരപ്പൊതുവാളിൻ്റെയും 7ാമത്തെ മകളായി അന്നൂരിൽ ജനനം. അന്നൂർ സ്കൂളിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ നൃത്തത്തിനോടുള്ള ഇഷ്ടം ചേച്ചി സരസ്വതി തിരിച്ചറിഞ്ഞു. സിംഗിൾ ഡാൻസ്, കൂട്ടിലിരുന്നൊരു തത്തക്കിളി എന്ന പാട്ടിനെ ഫോക്ക് ഡാൻസ് പഠിപ്പിച്ചു. അത് അന്നൂരിലെ പല വേദികളിലും ചെയ്തു കണ്ടപ്പോൾ നടനം ശിവപാലൻ മാസ്റ്റർ ഒരു ശിവതാണ്ഡവം പഠിപ്പിച്ച് വേഷഭൂഷാദികളെല്ലാം സ്വന്തം ചെലവിൽ കൊണ്ടുവന്ന് അത് അന്നൂർ സ്കൂളിൽ അരങ്ങേറി. പിന്നീട് 1979 കല്യാണം കഴിഞ്ഞ് തൃശ്ശൂരിലേക്ക് പോയി. അതിനുശേഷം ശാസ്ത്രീയ നൃത്തം, മോഹിനിയാട്ടം, ഭരതനാട്യം എന്നിവ പഠിച്ചു. 1984 മയൂര നൃത്തവേദി എന്ന സ്ഥാപനം തൃശ്ശൂരിൽ തുടങ്ങി. മകളുടെ വിവാഹശേഷം 2005 അമേരിക്കയിലും മയൂര നൃത്തവേദിയുടെ ശാഖ തുടങ്ങി. ജന്മനാടായ അന്നൂരിൽ 2017 മയൂര തുടങ്ങിയത്. നാട്യശ്രീ പുരസ്കാരം, കലൈമാമണി, ലയൺസ് ക്ലബ്ബ്, അങ്ങനെ ധാരാളം പുരസ്കാരങ്ങളും ആദരങ്ങളും ലഭിച്ചിട്ടുണ്ട്. നൃത്തത്തിൻ്റെ എല്ലാ മേഖലയിലും വ്യത്യസ്തത കൊണ്ടുവരാനാണ് കൃഷ്ണവേണി ടീച്ചറും മയൂര നൃത്തവേദിയും ശ്രമിക്കുന്നത്.